ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ കഴിക്കാൻ കിട്ടിയാലും ഒരു നല്ല ചായ കിട്ടിയില്ലെങ്കിൽ നോമ്പിൻ്റെ ക്ഷീണവും മാറില്ല, അതുപോലെ തന്നെ തലക്കുള്ളിലെ പെരുപ്പും തീരില്ല. അങ്ങനെയുള്ളവർക്ക് അതൊക്കെ മാറ്റാൻ പറ്റുന്ന 2 തരം ചായകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചായ ഉണ്ടാക്കുന്നത് എന്താ ഇത്ര കാണിക്കാനെന്ന്. അങ്ങനെയല്ല, പലരും പല രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പല ചായകൾക്കും പല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ 250 ഗ്രാം ചായപ്പൊടി വാങ്ങിയിട്ട് ഒരു ടിന്നിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തരിതരിയായിട്ടുള്ള ലീഫ് ടീ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെ വാങ്ങുക. ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതുപോലുള്ള ഏത് ബ്രാൻഡായാലും എല്ലാ ബ്രാൻഡിലും ഉണ്ട് ഇതുപോലത്തെ തരിതരിയായിട്ടുള്ള ലീഫ് ടീ. അപ്പോൾ അത് വാങ്ങുക. ഡസ്റ്റ് ടീ, അതായത് പൊടിയായിട്ടുള്ള ചായപ്പൊടി വാങ്ങിക്കരുത്, അതുകൊണ്ട് ഇത്ര ടേസ്റ്റ് കിട്ടില്ല ചായ. അപ്പോൾ രണ്ടും ഞാൻ പരീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ടിന്നിലോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഏലക്ക പൊടിച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചായപ്പൊടിയാണ്, 250 ഗ്രാം ഉണ്ട് ഈ ചായപ്പൊടി. അതിലോട്ടാണ് 4 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതുപോലെ നന്നായിട്ട് ആ ബോട്ടിൽ നല്ലപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം മിക്സ് ആക്കുക. എല്ലാ ഭാഗത്തും ഏലക്കാപ്പൊടി എത്തുന്ന രീതിയിൽ മിക്സാക്കി വെക്കാം. ഇനി നമുക്ക് ഏത് ചായയാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇത് കട്ടൻ ചായ ആയാലും പാൽച്ചായ ആയാലും ഈ ഒരു ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ നമ്മൾ സാധാരണയായി വെള്ളം തിളക്കുന്ന സമയത്ത്, ചായ ഉണ്ടാക്കുന്ന സമയത്താണ് ഏലക്ക കുത്തിയിടാറ്, പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റാണ് ഈ ഒരു ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് 1 മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് പൊടി ഇടേണ്ടത്. 1 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളക്കണം വെള്ളം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ പൊടി ഇട്ട ശേഷം അടച്ച് വെച്ച് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടി ഇട്ട ശേഷം ഒരുപാട് കിടന്ന് തിളക്കരുത്. ഒരു 2-3 സെക്കൻഡ് തിളച്ച ശേഷം ഉടൻ തന്നെ അടച്ചു വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു 1/2 മിനിറ്റ്, അതായത് 1 മിനിറ്റോളം കഴിഞ്ഞിട്ട്, 1/2 മിനിറ്റ് എന്തായാലും മിനിമം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അരിച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കഴിക്കാം. പഞ്ചസാര ചേർക്കാത്തവർക്ക് പഞ്ചസാര ചേർക്കാതെയും കഴിക്കാം. കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര എത്ര വേണ്ട വെച്ചാൽ, ചിലർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മധുരം വേണ്ടി വരും, കുറച്ച് മധുരം ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ മതി. അപ്പോൾ കട്ടൻ ചായ റെഡിയായി. ഇതുപോലെ ചായ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ആ കട്ടൻ ചായ ഇഷ്ടമാവും. നല്ല നോമ്പ് തുറന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ചായ കഴിച്ചാൽ നല്ല തലവേദനയൊക്കെ മാറിക്കിട്ടും. ഇനി പാൽ ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നിപ്പോൾ വേറൊരു ചായപ്പൊടി ചേർത്തിട്ടാണ്, അതായത് മസാല ടീ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ അതുപോലെ തന്നെ ആ ചായപ്പൊടി തന്നെയാണ്, അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ച് അതുപോലെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ 1 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം സ്റ്റീൽ പ്ലേറ്റിലിട്ട് ഒന്ന് 3-4 ദിവസത്തെ വെയിൽ കൊള്ളിച്ചാൽ ചുക്കായി. അത് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൽ ചേർത്തതാണ്. സാധാരണയായി ഇനിയിപ്പോൾ 2 ഗ്ലാസ് പാൽ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ എടുത്ത് വെച്ച ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ചുക്കും കൂടി ചേർത്ത ചായപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നല്ല പോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൽ 1 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം പാലിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നല്ല കട്ടിയുള്ള പാലാണ്, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. സാധാരണയായിട്ട് മസാല ടീ എല്ലാവരും തയ്യാറാക്കൽ ഇഞ്ചി ഈ ചായയിലേക്ക് ഇട്ടിട്ടാണ്, പച്ച ഇഞ്ചി. അതിലേറെ ടേസ്റ്റാണ് ഈ ഒരു ചുക്കുപൊടി ചേർത്ത ഈ ചായപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇഞ്ചിൻ്റെ തൊലി കളയാനോ കുത്താനോ ഇടിക്കാനോ ഒന്നും പോകണ്ട. അതുപോലെ തന്നെ ഏലക്കായും അങ്ങനെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് കുത്തിയിട്ടിടാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചായപ്പൊടി കേടാവുകയില്ല, പിന്നെ കുറേ കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചായ ഉണ്ടാക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതേപോലെ തന്നെ 1/2 മിനിറ്റിന് ശേഷം ഞാനൊരു സ്റ്റീൽ പാട്ടയിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇത് അരിച്ചൊഴിക്കാം. ഇനി ഈ ചായപ്പൊടി ചണ്ടി ഇതിലോട്ട് അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള ചായ ഇതിലോട്ട് എടുക്കണം. ഇതുപോലെ നല്ല പോലെ പ്രസ് ചെയ്താൽ മതി, നല്ല പിഴിഞ്ഞെടുക്കാം.
ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, പഞ്ചസാര മിക്സാക്കി കൊടുക്കാം. ഒരിക്കലും ചായപ്പൊടി ചണ്ടി ഉള്ള ചായയിലോട്ട് പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ പഞ്ചസാര എത്ര ആയാലും ഉണ്ടാവില്ല. ഇനി ഇതുപോലെ വേറൊരു പാട്ട് എടുത്തിട്ട് നല്ലപോലെ നമുക്ക് ആറ്റിയെടുക്കണം. നല്ലപോലെ ഇതുപോലെ നല്ല പതഞ്ഞ് വരണം. നമ്മൾ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ വീശിയെടുക്കാറ്, അങ്ങനത്തെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാണ് നല്ല അടിപൊളി ചായയാണ് മസാല ടീ. ഇത് ചായ കുടിക്കുകയാണെങ്കിൽ നല്ല ക്ഷീണത്തിനും ആക്കം കിട്ടും. അതുപോലെ തലയിലുള്ളിലെ പെരുപ്പൊക്കെ മാറിക്കിട്ടും. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.